നമസ്കാരം. മലയാളികളുടെ ഏറ്റവും വലിയ ഭാരിച്ച ചെലവ് ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷനാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഒരു പനിയായിട്ട്, അതായത് സാധാരണ ഒരു പനിയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവർ ഉടനെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അവരെന്തു പറയുന്നുവോ അത് നമ്മൾ അങ്ങനെ വിശ്വസിച്ചേക്കണം. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും, മോസ്റ്റ്ലി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും, അഡ്മിറ്റ് ചെയ്യും, ട്രിപ്പ് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറയാനായിട്ട് ബന്ധുക്കൾ, അതായത് ഈ ബൈസ്റ്റാൻഡ്, ആരുടെ ഈ പോകുന്ന പേഷ്യൻസിൻ്റെ കൂടെ പോകുന്ന വ്യക്തികൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ട, വെറുതെ OP ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മരുന്ന് തന്ന് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. കാരണം അവർ വളരെ സീരിയസ് ആയിട്ട് ഭയപ്പെടുത്തിയാണ് ഡോക്ടേഴ്സ് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും OPയെ IP ആക്കണം, ഇതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ OPയെ IP ആക്കിയതിന് ശേഷം എന്താണ് ഡയഗ്നൈസ് ചെയ്തത്, ബ്ലഡ് ചെക്ക് ചെയ്ത് എന്താണ്, യൂറിൻ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, സ്കാൻ ചെയ്തപ്പോൾ എന്താണ്, ഇതെല്ലാം ചെയ്യും കേട്ടോ. കണ്ടുപിടിക്കാൻ പറ്റണില്ല, പനി വന്നാൽ കണ്ടുപിടിക്കാൻ പറ്റണില്ല. തിരുവനന്തപുരത്ത് ചാക്കയിലുള്ള പ്രമുഖ ആശുപത്രിയാണ്, പേരറിയാം, ഞാൻ പറയുന്നില്ല. അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഡെങ്കി ഫീവർ ആണോ, ഇനി എലിപ്പനിയാണോ, ചിക്കൻ ഗുനിയാണോ, ഇങ്ങനെ കൺഫ്യൂഷനിലാക്കി വിടും. ആരെ? രോഗിയെയല്ല, രോഗിയുടെ കൂടെ നിൽക്കുന്നവരെ, ബന്ധുക്കളായിരിക്കുമല്ലോ. അങ്ങനെ ഒരു വലിയ ബില്ലാണ്. എന്നിട്ട് ഇതിനിടയ്ക്ക് വളരെ സൗഹൃദ സംഭാഷണം പോലെ ഡോക്ടേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഉള്ളവർ ഉണ്ടെന്ന് പറയും. എത്ര രൂപയാണ് അത്? അപ്പോൾ മാക്സിമം അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, എല്ലാ ടെസ്റ്റും നടത്തി ഒരു വലിയ സംഖ്യ ഈടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഈ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം പോകുന്ന വഴിക്ക്, അതായത് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും മാറിയതായിട്ട് പറയാൻ പറ്റില്ല, ഒരു ബോൺ മാരോ ടെസ്റ്റും കൂടെ എടുക്കണം എന്ന് പറയും. എന്താണ് ബോൺ മാരോ ടെസ്റ്റ് എന്ന് അറിയാമോ? നട്ടല് ഡ്രില്ല് ചെയ്ത് അകത്തുള്ള ആ ലിക്വിഡിനെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അയച്ച് ടെസ്റ്റ് ചെയ്യണം. നല്ലതുപോലെ ഭയപ്പെടുത്തും. ഞാൻ അതിനകത്തൊരു വിക്ടിമാണ്, അതുകൊണ്ട് പറയുകയാണ്. എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ അഡ്മിറ്റ് ചെയ്തു, അതേപോലെ തൊട്ടടുത്ത മുറിയിലും ബോൺ മാരോ ടെസ്റ്റ്. അതിനപ്പുറവും ഞാൻ വേണമെങ്കിൽ ആ ഡേറ്റ് തരാം. ആര് ചോദിച്ചാൽ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവിനെ അഡ്മിറ്റ് ചെയ്ത് ആ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഡേറ്റും കിട്ടുമല്ലോ, അവരെ അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. അങ്ങനെ ബോൺ മാരോ ടെസ്റ്റ് എന്നുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ബോൺ മാരോ ടെസ്റ്റ് നടത്താൻ 6000 രൂപയും ഇവർ ഈടാക്കുന്നത് 25,000 രൂപയും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇതിനകത്തുള്ള ഒരു ഇത്. പണ്ടൊക്കെ മെഡിക്കൽ സയൻസ് ഒരു സർവീസ് ആയിരുന്നു, ഇപ്പോൾ ഇത് പക്ക ഒരു കച്ചവടമായിട്ട് മാറിപ്പോയി. ഹൈക്കോടതിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാ ആശുപത്രികളും ഈ കടകളിൽ വിലവിവര പട്ടിക വയ്ക്കുന്ന ഓരോ ട്രീറ്റ്മെന്റ് എത്ര രൂപയാണെന്ന് എക്സിബിറ്റ് ചെയ്യണം എന്ന് ഹൈക്കോടതിയുടെ ആ ഓർഡറിനെ, ഡയറക്ഷനെ പുല്ല് വിലയാണ് ഹോസ്പിറ്റലിൽ വയ്ക്കുന്നത്. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് വിളിച്ച് ചോദിക്കും. പ്രേക്ഷകര്, ജനങ്ങളെ ഒന്നിക്കണം, ജനങ്ങളെ ചോദ്യം ചെയ്യണം. ഇതുപോലെയുള്ളതൊക്കെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ ഉണ്ടല്ലോ, എന്താ, എവിടെയാണ് നിങ്ങളെ ഓരോ ട്രീറ്റ്മെന്റിനുള്ള ബോർഡ് നിങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കൂ. അത് നിങ്ങൾ ചോദിച്ചാൽ മതി സാറേ, PR-ഓട് ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ അതല്ല, ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഓർഡർ, ഹൈക്കോടതിയുടെ ഓർഡർ എന്താണ്? ഈച്ച് ആൻഡ് എവറി ഹോസ്പിറ്റൽ ഹാസ് ടു എക്സിബിറ്റ് ദ റേറ്റ് ഓഫ് ഈച്ച് ആൻഡ് ഈച്ച് ഡിസീസ്. പനിയാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ, അതിനൊരു മിനിമം റേറ്റ് ഫിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കണം. അത് വയ്ക്കൂല ഇവര്. 6 മാസമായി ഹൈക്കോടതി പറഞ്ഞിട്ട്. അപ്പൊ ജനങ്ങൾ പ്രതികരണശേഷി ഇല്ലാത്തവരാണ് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ജനങ്ങൾ ചോദ്യം ചെയ്യണം. എല്ലാ ആശുപത്രിയിലും പോയി കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങണം, ചോദിക്കണം. ഹൈക്കോടതിയുടെ റൂളിംഗ് ഉണ്ടല്ലോ, ഇനി ഹൈക്കോടതിയുടെ ഓർഡർ ആണെങ്കിൽ ഞാൻ തരാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഓവർ ഫോൺ ചോദിച്ചു. പിന്നെ ഈ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമല്ലോ, താങ്കളൊരു വക്കീലല്ലേ, താങ്കൾ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഏതാണ്? അവിടെ വന്ന് നിങ്ങൾ PR-ഓടെ ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റുകളൊക്കെ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം മെഡിക്കൽ സയൻസ് ഒരു വലിയ കച്ചവടമാണ്, ഇൻഡസ്ട്രി. കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഇതെല്ലാം ഇൻഡസ്ട്രീസ് അല്ലേ, വ്യവസായശാലകളല്ലേ, കച്ചവട സ്ഥാപനങ്ങളല്ലേ, ആശുപത്രികളാണ് ഇല്ലാതെയുള്ളത്. നന്ദി, നമസ്കാരം.